നടിയെ ആക്രമിച്ച കേസിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തയച്ച് അതിജീവിത. മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്ന് പരിശോധിച്ചെന്ന് കണ്ടെത്തിയിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്ത്. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നും രാഷ്ട്രപതിക്ക് അയച്ച കത്തിൽ അതിജീവിത പറയുന്നു. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് രാഷ്ട്രപതിയെ അതിജീവിത സമീപിച്ചിരിക്കുന്നത്. തന്നെ ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചെന്ന അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. വിവിധ കോടതികളുടെ കസ്റ്റഡിയിലിരിക്കെയാണ് മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടത്. ശാസ്ത്രീയ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. എന്നാൽ അതിൽ ഉത്തരവാദികൾ ആരെന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്നും അവർക്കെതിരെ നടപടി വേണമെന്നുമാണ് അതിജീവിതയുടെ ആവശ്യം. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇതേ ആവശ്യം ഉന്നയിച്ച് പരാതി സമർപ്പിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രപതിക്ക് കത്തയക്കുന്നതെന്നും അതിജീവിതയുടെ കത്തിൽ വിശദമാക്കുന്നു. അതേസമയം നടിയെ ആക്രമിച്ച കേസിലെ വിചാരണയുടെ അവസാനഘട്ടമായി അന്തിമവാദം നാളെ ആരംഭിക്കും. വാദത്തിന്റെ നടപടിക്രമങ്ങൾ 1 മാസം കൊണ്ട് പൂർത്തിയായേക്കുമെന്നാണ് വിവരം. പ്രതിഭാഗത്തിന്റെ സാക്ഷി വിസ്താരം 5 ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കിയിരുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കേസിലെ വിചാരണ നടപടികൾ നടക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ തെളിവായ പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് 3 കോടതികളിലെന്ന് കണ്ടെത്തി അന്വേഷണ റിപ്പോർട്ട് നേരത്തെ പുറത്തുവിട്ടിരുന്നു. 2018 ജനുവരി 9 മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് അങ്കമാലി മജിസ്ട്രേറ്റ് ആണെന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് മെമ്മറി കാർഡ് പരിശോധിച്ചത് രാത്രി 9:58 കണ്ടെത്തിയിരുന്നു. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബെഞ്ച് ക്ലാർക്ക് 2018 ഡിസംബർ 13 മെമ്മറി കാർഡ് പരിശോധിച്ചു. ബെഞ്ച് ക്ലാർക്ക് മഹേഷ് മോഹനാണ് നിയമവിരുദ്ധമായി മെമ്മറി കാർഡ് പരിശോധിച്ചത്. രാത്രി 10:58 മഹേഷ് മോഹൻ മെമ്മറി കാർഡ് പരിശോധിച്ചതെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. മെമ്മറി കാർഡ് ഉപയോഗിച്ചത് വിവോ ഫോൺ ശിരസ്താറിൻ്റെതാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു.